ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, 2025 പെട്ടെന്ന് തീർന്നുപോയി. ശരിയാണ്. 2026 പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. പുതിയ വർഷത്തിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. പുത്തനാണ്ടിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. പുത്തൻ തീരുമാനങ്ങൾ എടുക്കും. ഇഷ്ടം പോലെയുണ്ട്. ചിലർ രാവിലെ ഓടാൻ പോകാൻ തുടങ്ങും, ചിലർ ഡയറ്റൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജിമ്മിലൊക്കെ അഡ്മിഷൻ ഭയങ്കര തിരക്കായിരിക്കും ഈ ജനുവരി മാസമൊക്കെ. അങ്ങനെ ഇഷ്ടം പോലെ റെസൊല്യൂഷൻസ് എടുക്കുന്ന ഈ ജനുവരി മാസം, പുതിയ വർഷത്തിൻ്റെ പുത്തനാണ്ടിൻ്റെ ജനുവരി മാസം, എനിക്ക് പറയാനുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, പുതിയതായിട്ടൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുത്തനായിട്ടൊന്നും ചെയ്യാതിരിക്കുക, അമിതാവേശം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, എന്താണെന്നറിയാമോ? വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം, സച്ച് എ ബ്യൂട്ടിഫുൾ വേഴ്സ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട്, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന സ്നേഹം കൈവെടിഞ്ഞു. അപ്പോൾ ഇത്തവണത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്നറിയാമോ? പുതിയതായിട്ടൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട. നമ്മുടെ ഭാഗമല്ലാതിരുന്നൊരു പുണ്യത്തെ പ്രാപിക്കാൻ ശ്രമിക്കേണ്ട. മറിച്ച് കൈമോശം വന്ന നന്മകളെ തിരിച്ചു പിടിക്കാം. 2025 മുറിഞ്ഞു പോയ ഒരു സൗഹൃദമുണ്ട്, കൈവിട്ട് കളഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. അത്രയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. നടന്നു വന്ന വഴികളിൽ കൈകളിൽ നിന്ന് ചോർന്നു പോയ നന്മകളെ, ബന്ധങ്ങളെ തിരിച്ചു പിടിച്ച് ഈ പുത്തനാണ്ട് നമുക്ക് അർത്ഥപൂർണമായി ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.